ഹരി പത്തനാപുരം, ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ പ്രശ്ന പരിഹാരകനാണല്ലോ DK ശിവകുമാർ. ആ DK ശിവകുമാർ തന്നെ പറയുകയാണ് ഇവിടെ കേരളത്തിൽ അദ്ദേഹത്തെ തകർക്കാൻ ഇവിടെ വലിയ രീതിയിൽ മൃഗബലി ഉണ്ടായി, ദുർമന്ത്രവാദം നടന്നിരിക്കുന്നു. വടക്കുള്ള ഒരു ക്ഷേത്രത്തിലാണ്, ഒരു ക്ഷേത്രത്തിന്റെ പേര് പറയുകയും ചെയ്തു. പിന്നീട് അത് വിവാദമായപ്പോൾ ആ ക്ഷേത്രത്തിൽ നടത്തിയെന്ന് ഞാൻ പറയുന്നില്ല എന്ന് പിന്നെ മാറ്റി പറയുകയും ചെയ്തു. അത് എത്രത്തോളം ആടിനെ ബലി കൊടുത്തു, എത്ര കന്നുകാലികളെ ബലി കൊടുത്തു എന്നടക്കമുള്ള 3 കന്നുകാലികൾ, 42 ആട്, 5 പന്നികൾ, ഇതൊക്കെ ബലി നൽകി എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ യാഗത്തിനും പല പേരുകളും ഉണ്ട് കേട്ടോ. ശത്രു ഭൈരവി യാഗം, രാജകണ്ടക, മരണമോഹന സ്തംഭന യാഗം, ഇങ്ങനെയൊക്കെയുള്ള യാഗങ്ങളുണ്ടോ? ശ്രീ സ്മൃതി, ഒരു കാര്യം കൂടെ പറയാം. അതായത് ഇപ്പം താങ്കൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു KPCC ഓഫീസ്, അതായത് DCC ഓഫീസിൽ ചെന്നപ്പോ ഒരു സാധനം എടുത്തതിന് 10,000 രൂപയാണ് കിട്ടിയത് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത്രയും സാധനങ്ങൾ എടുത്തപ്പോൾ ഏകദേശം ലക്ഷത്തോളം രൂപ. എനിക്ക് വിവരം തന്ന കോൺഗ്രസ് നേതാവ് അദ്ദേഹം 10,000 രൂപ കൊടുത്തപ്പോൾ അത് ചെറിയ തുകയാണ് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ ചൂണ്ടിക്കാണിച്ചു. ഇതാണോ കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അത്രേ കുറഞ്ഞ തുകയാണ് 10,000. അതാ ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇതിനകത്തൊരു സാമ്പത്തികമായ ലാഭം ഉണ്ടാക്കാൻ ഒരു കുബുദ്ധി ഉണ്ടാക്കിയ ഒരു കാര്യമാണ്, ഒരു മാജിക്ക് പഠിച്ച ഒരു കുബുദ്ധി ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ബഹുമാന്യനായ DK ശിവകുമാർ, ഇവരൊക്കെ വിശ്വാസികളാണ് സ്മൃതി. സ്വാഭാവികമായിട്ട് അവരെ ഇത്തരത്തിൽ പറഞ്ഞ് ഭയപ്പെടുത്തുമ്പോൾ അവർ ഭയക്കും. പിന്നെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ആചാര ഗ്രന്ഥങ്ങളിലോ ഒന്നുമില്ലാത്ത തരത്തിലുള്ള ചില പേരുകൾ ഉപയോഗിച്ചാൽ വിശ്വാസികൾ കൂടുതൽ ഭയപ്പെടും. കാരണം ഈ ഹിന്ദു മതഗ്രന്ഥങ്ങളിൽ ഏറെയും സംസ്കൃതത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട്, പല ഗ്രന്ഥങ്ങൾ ഉള്ളതുകൊണ്ട് ഏത് പേര് പറഞ്ഞാലും ഈ കേൾക്കുന്ന ഒരു വിശ്വാസിയെ ഭയപ്പെടുത്താൻ അത് ഇടയായിത്തീരുമോ? ഇതിനകത്ത് ഒരു ദുഷ്ടനായ ക്രൂരനായിട്ടുള്ള ഒരാൾ ഇത്തരം വിശ്വാസികളായിട്ടുള്ള ഇവരെ തെറ്റിദ്ധരിപ്പിച്ചാണ്. പിന്നെ എനിക്ക് പ്രിയപ്പെട്ട സ്മൃതിയോട് ഒരു അഭ്യർത്ഥനയുള്ളത്, ഈ ചർച്ച ഇന്നുകൊണ്ടങ്ങ് അവസാനിപ്പിക്കണം. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ഈ ചർച്ച പോകുന്നില്ല. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ 1 മണിക്കൂറോളം ഇരുന്നിട്ട് കംപ്ലീറ്റ് സംസാരിച്ചത് രാഷ്ട്രീയമാണ്. ഇവിടെ ആചാരം എന്ത്, അനാചാരം എന്ത് എന്നുള്ള നിലയിലേക്ക് ഒരു ചർച്ച ഇതിൽ വന്നിട്ടേ ഇല്ല. ഇത് കേൾക്കുമ്പോഴും വിശ്വാസികളെ സംബന്ധിച്ച് അവർ ആശങ്കയിലാണ്. ആരെങ്കിലും കൂടുപാത്രം ചെയ്യുമോ? ഇത് വലിയ തോതിൽ നിങ്ങളിപ്പോ ചർച്ച ചെയ്തെങ്കിൽ എത്രയോ കാലങ്ങളായി ചെറിയ തോതിൽ ചില കുടുംബങ്ങളിൽ സഹോദരങ്ങളെ തമ്മിൽ തെറ്റിപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ കൂടുപാത്രങ്ങൾ പറഞ്ഞ് ആളുകൾ ഭയപ്പെടുത്തി പണമടിക്കുന്നു. അമ്മായിയമ്മയെയും മരുമകളെയും തമ്മിൽ, നാത്തൂന്മാരെ തമ്മിൽ, അമ്മായിയപ്പനെയും മരുമകനെയും തമ്മിൽ കുടുംബങ്ങളെ ഛിദ്രമാക്കുന്ന തരത്തിൽ എത്രയോ കാലമായി നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തില് ഈ കൂടുപാത്രത്തിന്റെ പേര് പറഞ്ഞ് ചില ആളുകൾ പണമടിക്കുന്നുണ്ട്. നമ്മുടെ ഈ ചർച്ച രാഷ്ട്രീയത്തിലേക്ക് വഴിമാറി പോകുമ്പോൾ രാഷ്ട്രീയത്തിലേക്ക് വഴിമാറുകയല്ല. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത, ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ തന്നെ ഈ വിശ്വാസത്തിന്, ഈ അന്ധവിശ്വാസത്തിന് പിറകെ പോകുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ CPM-ഉം കോൺഗ്രസും തമ്മിലോ, കോൺഗ്രസും BJP-യും തമ്മിലുള്ള പ്രശ്നമല്ല, കോൺഗ്രസിനകത്തെ പ്രശ്നമാണ്. നോക്കൂ, ഒരു നേതാവിനെ മറ്റൊരു നേതാവ് വളർത്താൻ അനുവദിക്കില്ല, തീർക്കാൻ പോകുന്നു എന്ന രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയക്കുകയാണ്. എന്തൊരു ആശങ്കയിലാണ് ഓരോ നേതാക്കളും ആ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ഈ പറയുന്ന ഈ പോയ ആൾ, ഈ പണമോഹിയായിട്ടുള്ള ആള് പറഞ്ഞു കൊടുത്തതാണ് മറ്റൊരാളുടെ പേര്. ഇത് തന്നെയാണ് ചെറിയ കുടുംബത്തിൽ ഒരു സഹോദരനാണെന്ന് പറയുക, അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുക, അവരെ തമ്മിൽ അടിയുണ്ടാക്കുക. ഇത് വലിയ തോതിൽ ഇവർ ഇതൊരു വിശ്വാസികളായതുകൊണ്ടാണ് അദ്ദേഹം ഭയപ്പെട്ടിട്ടുണ്ടാവും. കാരണം ഇങ്ങനെ ചെയ്തതുകൊണ്ട് എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത്, ഇതിലൊരു നിയമം കൊണ്ട് നിരോധിച്ചാൽ ഇത് തീരുന്ന ഒരു കാര്യമല്ല. ഇതിൽ വിശ്വാസത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു മൂവ്മെന്റ് ഉണ്ടാകണം. വിശ്വാസികളല്ലാത്ത ആളുകൾ എത്ര പറഞ്ഞാലും വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഇത് മുഖവിലേക്കടിക്കില്ല. വിശ്വാസത്തിനുള്ളിൽ നിന്ന് മൂവ്മെന്റ് ഉണ്ടാണ്. ഇപ്പൊ ഇത് പറയുമ്പോൾ താഴെ കമന്റ് വരും, നിനക്കൊരു വിശ്വാസം ഇല്ലെങ്കിൽ നിർത്തിക്കൂടി. കാരണം ഇത് പറയുന്ന ആൾ എന്താ ചിന്തിക്കുന്നത്? ഈ കൂടുമാത്രവും ആഭിചാരവും മറ്റൊരാളെ തകർക്കുന്നതുമാണ് ഹൈന്ദവ ആചാരം എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്. അവർക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്യാനും അവരുടെ മനസ്സിനെ വ്രണപ്പെടുത്താനും മാത്രമേ ഇത് ഉപകരിക്കുകയുള്ളൂ. അപ്പൊ വേണ്ടത്, ശരിക്കും തീർച്ചയായും താങ്കൾ പറഞ്ഞത് ശരിയാണ്. K. സുധാകരൻ സാർ ഇറങ്ങിയിട്ട് പറയണമായിരുന്നു, കൂടുപാത്രമൊക്കെ അവൻ അവിടെ എത്ര എണ്ണം വെച്ചോട്ടെ, എനിക്ക് ധൈര്യമുണ്ട്, എന്നെ ഇതൊന്നും ബാധിക്കില്ല, വെച്ചവനെ തന്നെ ബാധിച്ചോളൂ, എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ പറയുന്ന മലയാളികൾക്കിടയിൽ, സാധാരണക്കാരായ വിശ്വാസികൾക്കിടയിൽ ഉണ്ടാകുന്നൊരു ധൈര്യം അത് അദ്ദേഹം കൊടുക്കേണ്ടതായിരുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.